നിങ്ങൾക്ക് മുട്ടുവേദന ഒരേ ഒരു മുട്ടിലാണോ അതോ രണ്ട് മുട്ടിലും ഒരേപോലെ വേദനിക്കുന്നുണ്ടോ? ഇത് ചെറിയ കാര്യമല്ല. ഒരു മുട്ടിൽ വരുന്ന വേദനയും രണ്ട് മുട്ടിൽ വരുന്ന വേദനയുടെയും കാരണങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കാം. അത് എന്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ അവസാനം വരെ എന്തായാലും കണ്ടോളൂ. ഒരു മുട്ടിൽ മാത്രം വരുന്ന വേദന പലപ്പോഴും അതൊരു ഇഞ്ചുറി കൊണ്ടാവാം. എവിടെയെങ്കിലും നമ്മൾ തട്ടി ഇടിക്കുക അല്ലെങ്കിൽ വീഴുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാലിന് ഫ്ലാറ്റ് ഫീറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ ആങ്കിളിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പ്രെയിൻ സംഭവിച്ചതിന് ശേഷം നമ്മൾ കാലുകൾ വെക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു ഭാഗത്തുള്ള നീല് മാത്രം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ രണ്ട് മുട്ടിലും ഒരുപോലെ വേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലാകെയുള്ള നീർക്കെട്ടാണ്, ഇൻഫ്ലമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പല ആൾക്കാരും ഈ കാറിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ കയറുമ്പോഴോ ചെറുതായിട്ടൊന്നും മുട്ട് തെറ്റി അല്ലെങ്കിൽ ടിക് എന്നൊരു സൗണ്ട് കേട്ടു, അതിനുശേഷം ഭയങ്കര വേദനയാണ്. അപ്പോൾ അവർ പോയി എക്സ്റേ എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ സ്പേസ് കുറവാണ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ട്, അതുകൊണ്ടാണ് വേദനിക്കുന്നതെന്നും അത് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ചെയ്യണം എന്നൊക്കെയാണ് പലരും സജസ്റ്റ് ചെയ്യാറ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രയും ദിവസം വലിയ കുഴപ്പമില്ലാതെ അവനവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി പെട്ടെന്നുണ്ടായ ഒരു ചെറിയൊരു തെറ്റൽ കൊണ്ട് ഇത്രയും വേദന അനുഭവിച്ചതാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. എന്നാൽ ഈ തെറ്റായ ഡയഗ്നോസിസ് കൊണ്ട് പലപ്പോഴും ആൾക്കാർ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് വരിക. കാരണം അവർക്കറിയാം അതൊരു ചെറിയ നിസ്സാര കാരണമാണ്, എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും ഇതിന് കിട്ടാതിരിക്കുകയാണ്. ഇതിന് ഏറ്റവും എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മൊബിലൈസേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആണ്. ഒരു നീ ജോയിന്റിനെ കൃത്യമായിട്ട് എങ്ങനെ മാനുവൽ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് സിമ്പിൾ ആയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിസ്റ്ററി ടേക്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ വേദന എപ്പോഴാണ് കൂടിയത്, എത്ര വർഷമായിട്ടുണ്ട്, ഈ നീരുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയുടെ സൈൻ ഉണ്ടോ, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള മെഡിസിൻ ഓരോരോ സ്റ്റേജിനും കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആയുർവേദത്തിൽ ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തുടക്കത്തിൽ നമുക്ക് ലേപങ്ങൾ പുരട്ടാം, അതിനുശേഷം നീര് കുറഞ്ഞതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തൈലം പുരട്ടും, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കൊണ്ടുവരും. ആ മൂവ്മെന്റ്സ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ ഓയിലൊക്കെ ചെയ്ത് മസാജ് ചെയ്യാം, ഉള്ളിലേക്ക് മെഡിസിൻ കൊടുക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ റിലീസ് നല്ലപോലെ കിട്ടും. പണ്ടത്തൊക്കെ കളരി ഗുരുക്കന്മാരോ അല്ലെങ്കിൽ മർമ്മ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിമ്പിൾ ആയിട്ടുള്ള മാനിപ്പുലേഷൻ ടെക്നിക്സ് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അന്ന് ചെയ്ത ഈ കളരി മാനിപ്പുലേഷൻസിന്റെ ഒരു ഇംപ്രൊവൈസ്ഡ് വേർഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്ന കൈറോപ്രാക്ടിക് അഡ്ജസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഓസ്റ്റിയോപ്പതി ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. ജോയിന്റ് പെയിനിന് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരേ ജോയിന്റ് പെയിനിന് ഒരേ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കുറെ പേർക്കുള്ള മുട്ടുവേദനയ്ക്ക് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. പലരും കൃത്യമായ ട്രീറ്റ്മെന്റ് ലഭിക്കാതെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ എഫക്റ്റ് കാണാറുണ്ട്. നിങ്ങൾക്കുള്ള മുട്ടുവേദന അത് ഒരു കാലിലാണോ അതോ രണ്ട് കാലിലും ഉണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യൂ. മുട്ടുവേദനയുള്ള എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ മുട്ടുവേദനയെ സംബന്ധിച്ചുള്ള കൂടുതൽ അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തു.